ഹലോ, എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ വീഡിയോയാണ്. ഞങ്ങളുടെ കമ്പനിക്കകത്ത് തന്നെ ഒരു ക്യാൻറ്റീനുണ്ട്. അപ്പോൾ ആ ക്യാൻറ്റീൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ. കുക്കു കാവലിന് വന്ന് നിൽപ്പുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള പനിക്കുറുക്കയുണ്ടല്ലോ, അതിൻ്റെ വേറൊരു ടൈപ്പ്. ഇവിടെ 3 ടൈപ്പ് കാണാനുണ്ട്. ഇത് ഒരു പച്ച, പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്നത് നിറച്ചും ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അധികം ഇത് ടുബാക്കോ എന്ന് പറയത്തില്ലേ, നമ്മുടെ പുകയില, അതാണ് അത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിറച്ച് ഇലയൊക്കെ ആയിട്ടുള്ളത്. ഇപ്പം ഇല കഴിഞ്ഞ് പൂവ് കായായിട്ടുണ്ട്. ഈ കായ് വീണ് ഇവിടെയൊക്കെ കിളിക്കും. ഇനി ഇപ്പോൾ ഇവിടെ പുല്ല് വെട്ടിയിടത്തൊക്കെ വെട്ടിമുറിച്ചിട്ടേക്കുന്നേ കണ്ട്. അപ്പോൾ ഇതിങ്ങനെ പിടിപ്പിക്കുന്നതുകൊണ്ടൊന്നും ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്കും കേസും വഴക്കമൊന്നുമില്ല പുകയില വെക്കുന്നതിന്. ഇത് നമ്മുടെ ബേ ലീഫാണ്. ബേ ലീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന എല്ലാം ഇടത്തില്ലേ, അതിൻ്റേതാണിത്. അതിൻ്റെ തന്നെ തൈയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിവിടെ കുറേ ഉണ്ട്. ഞാൻ ഈ കറിവേപ്പിൻ്റെ കായ് കുറച്ച് പറിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ അത് പഴുത്തിട്ടില്ല, ഒരു തരം ചുമപ്പ് കളറായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പറിക്കാനായിട്ടാണ് ഞാൻ ഈ ക്യാൻറ്റീൻ്റെ പിറകുവശത്തേക്ക് വന്നത്. സാധാരണ നമ്മളിവിടോട്ട് ഇങ്ങനെ അത്യാവശ്യമൊന്നും വരത്തില്ല. ഇത് തെങ്ങ് ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. ഇവിടെ നിറച്ചും കിളികൾ, ഉഗാണ്ടെന്ന് പറഞ്ഞ കിളികളുടെ ഒരു സങ്കേതമാണ് ഇത്. പിന്നെ റൈസ് ഫാമും കൂടെ ആയതുകൊണ്ട് കിളികൾ 800-ലധികം വെറൈറ്റി കിളികളുണ്ട് ഇവിടെ. അപ്പോൾ അവർ കൂട് വെക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിരിക്കുന്നതാണ് ഈ ഒരു സീസണിൽ. ഇതെല്ലാം പേരയ്ക്കയാണ്, നമ്മുടെ മപ്പേര. ഇതാകം ചുമന്ന പേരയ്ക്കാണ്. ഇങ്ങനെ കൊലകൊലയായിട്ട് പിടിക്കും. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. ഇപ്പം ഞാൻ ക്യാൻറ്റീൻ്റെ അകത്തേക്കൊന്ന് കയറിയതാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഉണ്ണാൻ ആരുമില്ല. ഇവിടെ എക്സ്പാർട്ടീസിനും പിന്നെ വരുന്ന ഗസ്റ്റിനും മാത്രമുള്ള ഒരു ക്യാൻറ്റീനാണ് കേട്ടോ, അല്ലാതെ ഇങ്ങനെ കമ്പനിയിലുള്ളവർക്കെല്ലാം ഉള്ള ഒരു ക്യാൻറ്റീനൊന്നുമല്ല. അപ്പോൾ ഇതാണ് ബാസ്മതി റൈസാണ് ഇവിടെ എന്നും തന്നെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. ഈ ബാസ്മതി റൈസ് ഉഗാണ്ടയിൽ ഉണ്ടാക്കുന്ന ഒരേ ഒരു കമ്പനി നമ്മളുടെ കമ്പനി മാത്രമാണ്. നല്ല ടേസ്റ്റ്, ഇതിന് നല്ല മണമാണ്. അപ്പം ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവിടുത്തുകാർ മാത്രമാണ്, അല്ലാതെ ഒരിക്കലും ഇന്ത്യൻസ് ആരും ഇല്ല. ഇവരെ പഠിപ്പിച്ചു കൊടുത്തു. ഇത് ആഞ്ചലയാണ് ഇവിടുത്തെ മെയിൻ കുക്ക്. അപ്പോൾ പ്ലെയിൻ റൈസുണ്ട്, ഇത് ലെമൺ റൈസാണ്. അപ്പോൾ എല്ലാ ദിവസവും ഓരോ മെനു ഉണ്ട്. അപ്പം വെജിറ്റബിൾസ് ഉണ്ട്. ഇത് നോൺ വെജിന് മിടിക്കുകയാണ് അവൾ. അപ്പം ചപ്പാത്തി, ഇത് ക്യാരറ്റും പാവയ്ക്കായും കൂടെ മെഴുക്ക് പുരട്ടി, ദാലും പാലക്കും കൂടെയുള്ള കറി, ഫ്രൂട്ട്സ്, എഗ് കറി. എന്നും ശനിയാഴ്ച ഇവിടെ ബീഫാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് കഴിക്കുന്നവരാരുമില്ല. ആകെ 4 പേരെ കഴിക്കാവുള്ളൂ. അതുകൊണ്ടാണ്. ഇത് സൂപ്പർവൈസറാണ്, വളരെ സീനിയർ ഗ്രേഡിലുള്ള ആളാണ്. അപ്പോൾ ഇവൾക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജെനിഫർ എന്നാണ് പേര്. ഇവൾ ചെയ്ത ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇവിടുത്തെ പ്രധാന ഭക്ഷണമായ മട്ടോക്കി. അപ്പോൾ ഇതങ്ങനെയാണ് ഇവർ ക്യാൻറ്റീനിൽ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നത്. ഇത് ഒരാളും ഇവരല്ലാതെ വേറെ ആരും കൈതൊട്ടതല്ല. ഞാനിതിലൊന്നും വന്നിട്ടോ നോക്കിയിട്ടോ ഒന്നുമില്ല. ജസ്റ്റ് ഞാനിങ്ങനെ വന്ന് കയറിയപ്പോൾ എടുത്തതാണ് ഈ വീഡിയോ. അപ്പം ചൂടോടെയാണ് ഇവർ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നത്. ജെനിഫർ മട്ടോക്കിയുടെ ഇവരുടെ പ്രധാന ഭക്ഷണമായ മട്ടോക്കിയുടെ വീഡിയോ ഈ ജെനിഫറാണ് ചെയ്തത്. എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും ഗ്രീറ്റിങ്സ് പറയണം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യാൻ. ഇനി അടുത്ത വീഡിയോ അവൾ ചെയ്യാം, എല്ലാവരെയും ഉഗാണ്ടയിലേക്ക് വെൽക്കം ചെയ്യുന്നു എന്നൊക്കെ പറയണമെന്നാണ് എന്നോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. ഇതുപോലെയാണ് ഇവർ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. കുറച്ച് ഗീയൊക്കെ തേച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ അവർ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ. നമ്മുടെ ചപ്പാത്തി പോലെ അതുപോലെ ഓയിലൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവർ അതുപോലെ തന്നെ ചെയ്യും. അതുപോലെ നോൺ വെജ് ചെയ്യുന്ന ആൾ ഭയങ്കര ടേസ്റ്റായിട്ട് നോൺ വെജ് ചെയ്യും. ഇത് ഞാൻ കഴിക്കാനെടുത്തതല്ല കേട്ടോ, ഒരാളെടുത്തപ്പം ഞാനത് ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എഗ് കറിയൊക്കെ ആണെങ്കിലും അങ്ങനെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ബോധി വൃക്ഷമാണ്. ഞാനിതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു, ഷോർട്സ് ഇട്ടായിരുന്നു. അതല്ല, ഇത് വേറെ ഒരെണ്ണമാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആരെയും നിർബന്ധിക്കത്തില്ല, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഇത് മിക്കവാറും മതിലുമൊക്കെ പൊട്ടിച്ച് വെളിയിൽ ചാടുമെന്ന് തോന്നുന്നു, അതുപോലെ നിൽക്കുകയാണ്. ഭയങ്കര ഭംഗിയാണ്, കുറേ ശിഖരങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവരുണ്ടാക്കിയ ഭക്ഷണം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്.
അപ്പം അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരാം. ടേക്ക് കെയർ. ബൈ ബൈ. സി യു.